നമസ്കാരം എല്ലാവർക്കും ഞാനൊരു മലയാളി ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മല്ലിയില വെച്ചിട്ട് ചട്നി, കൊറിയാണ്ടർ ലീവ്സ് ഇല്ലേ അത് വെച്ചിട്ടാണ്. ഇത് മെയിൻലി ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. നമ്മൾ യൂഷ്വലി കോക്കനട്ട് ചട്നി അതല്ലേ കേരളത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ അതില്ലാണ്ട് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇത് ഞങ്ങൾ തമിഴ്നാട്ടിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിക്ക വീടുകളിലും ഈ മല്ലിയില വെച്ചിട്ട് പുതിന വെച്ചിട്ടൊക്കെ ചട്നി ഉണ്ടാക്കും. അപ്പം അങ്ങനെ കണ്ട് പഠിച്ചതാണ് ഞാനിത്. മല്ലിയില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് വളരെ നല്ല ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. നമ്മുടെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. മെയിൻലി ഈ പ്രഗ്നൻറ്റ് ലേഡീസും പ്രസവം കഴിഞ്ഞ ആൾക്കാർ ഇത് വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ചട്നി ഫോമിലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നമുക്ക് മല്ലിയില ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ എള്ളിൻ്റെ എണ്ണ, അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പൊന്ന് സിമ്മിലിട്ടിട്ട് ഇത് ഒന്ന് റോസ്റ്റ് ആവണം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വരണം. ഇതുവരെ ഇതൊന്ന് ലൈറ്റായിട്ട് വഴറ്റി കൊടുക്കാം സിമ്മിലിട്ടിട്ട്. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 3 ചെറിയ ഉള്ളി മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരു 1 മിനിറ്റ് ഇതിലിട്ടിട്ടൊന്ന് സോട്ടേ ചെയ്താൽ മതി. പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് 2 പച്ചമുളകാണ്. ഇപ്പോൾ ഈ പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു 1.5 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പീസ് പുളിയാണ്. പുളിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് അത്രയേ ഉള്ളൂ, അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സിമ്മിലിട്ടാൽ മതി. നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം തന്നെ സിമ്മിലിട്ടിട്ട് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും പുളിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില. അപ്പം ഞാനിവിടെ ഒരു കൈപ്പിടി അളവ് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിയില ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അടുപ്പ് ഓഫ് ചെയ്യാം.
വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ചൂട്ടത്ത് തന്നെ ഇരുന്ന് ഈ മല്ലിയില ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, കളറ് മാറേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഈ കൂട്ടിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇതൊന്ന് ചൂടാറട്ടെ. ഇപ്പം നമ്മൾ നേരത്തെ ചെറിയ ഉള്ളിയും പിന്നെ മല്ലിയിലയൊക്കെ കുറച്ച് എണ്ണയിലിട്ട് വാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇത് പച്ച തേങ്ങ തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കൂടുതൽ വെള്ളമാക്കേണ്ട ആവശ്യമില്ല, തരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ തേങ്ങയും പിന്നെ നമ്മൾ നേരത്തെ വഴറ്റിയ മല്ലിയിലയും ഉള്ളിയും എല്ലാം കൂടിയുള്ള കൂട്ട് ഞാൻ അരച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫൈനലി കടുക് പൊട്ടിച്ചാൽ മതി. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി, ജസ്റ്റ് കടുക് പൊട്ടിക്കാനുള്ള എണ്ണ മതി. നേരത്തെ നമ്മൾ എണ്ണയിൽ വഴറ്റിയോണ്ട് കൂടുതൽ എണ്ണയൊന്നും വേണ്ട. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്ന സമയത്ത് ഞാനൊരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും മല്ലിയിലയും കൂടെ ഉള്ള പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല തിക്കാണ്. ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇത് ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട, ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഇത്ര ഒരു ലൂസിലെടുത്താൽ മതി. ഇപ്പം നമ്മൾ നേരത്തെ വഴറ്റിയോണ്ട് ഇത് ഇപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു മിനിറ്റ് അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് ഇവിടെ ആയി. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മല്ലിയില ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.